വേദിയിലെ സർവാദരണീയർക്കും സദസ്സിലെ സജ്ജനങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ലോകത്താകെയുള്ള 10,000 കണക്കിനു ഭാഷകൾക്കിടയിൽ 51 അക്ഷരങ്ങളെ തിളങ്ങി വിളങ്ങി വിശ്വസാഹിത്യ കൃതികളോടൊപ്പം ശ്രദ്ധ നേടിയെടുത്ത നിരവധി രചനകൾ സംഭവിച്ച നമ്മുടെ ഭാഷ മലയാളം. മലയാളം എന്ന സുന്ദരമായ ഭാഷയെ സദസ്സിനോട് സംവദിക്കാനാണ് ഞാനിവിടെ നിലകൊള്ളുന്നത്. ഞാൻ പ്രസംഗിക്കേണ്ടത് മലയാളത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭാഷാപിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛനെ കൂടി ഞാനിവിടെ സ്മരിച്ചു പോവുകയാണ്. 51 അക്ഷരങ്ങളെ വ്യക്തവും ശുദ്ധവുമായി മലയാളിയെ പഠിപ്പിച്ച് ഭാഷാപിതാവ് എന്ന പദവിയെ അദ്ദേഹം അന്വർത്ഥമാക്കി. അത്രയ്ക്ക് പ്രാധാന്യമുള്ള മലയാള ഭാഷയെ അക്ഷരം അഗ്നിയാണ് എന്നു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നെന്നിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്ന പ്രസംഗം എന്ന ദൗത്യം വെറും വാക്കുകളുടെ കൂട്ടമല്ല, മറിച്ച് ചിന്തകളുടെ പ്രകടനമാണ്. ഇതിലൂടെ ഒരാളുടെയെങ്കിലും മനസ്സിനെ ഉണർത്താനും ഒരു പുതിയ ചിന്തയ്ക്ക് തുടക്കം കുറിക്കാനും കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നമ്മെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് ചില നിമിഷങ്ങൾ ചിലവിടാം. സമൂഹത്തെയും മനുഷ്യജീവിതത്തെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ചിന്തകൾ